ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇത് നോർമൽ ഇഞ്ചിയല്ല, മാങ്ങ ഇഞ്ചിയാണ്. അപ്പോൾ എത്ര പേര് ഈ മാങ്ങ ഇഞ്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിത് കേൾക്കുന്നത് ലാസ്റ്റ് ഇയർ ആട്ടോ. ലാസ്റ്റ് ഇയർ എൻ്റെ കസിൻ വീട്ടിൽ കൊണ്ടുവന്ന് ഒരു ചെറിയൊരു പീസ് കൊണ്ടുവന്ന് തന്നിട്ടാണ്. അപ്പോഴാണ് ഞാൻ അറിയണത് ആക്ച്വലി മാങ്ങ ഇഞ്ചി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, ഇതിൻ്റെ ഫ്ലേവർ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു മാങ്ങയുടെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് നട്ടു വെച്ചു കേട്ടോ. ഇതെല്ലാം നമ്മൾ ടെറസിൻ്റെ മേലിൽ നട്ടു വെച്ചിട്ട് കിട്ടിയതാണ്. വളരെ ചെറിയൊരു പീസ് മാത്രമായിട്ടാണ് നമ്മൾ നട്ടു വെച്ചത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് കേട്ടോ. ഇത് നമ്മൾ നട്ടിട്ട് 8 മാസം കഴിഞ്ഞപ്പോഴാണ് ആയത്. പ്ലാന്റിൽ ഇതുപോലെ ചെടികളെല്ലാം വാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി നമുക്ക് ഇതിൻ്റെ അകത്ത് മാങ്ങ ഇഞ്ചി ആയിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തത് കേട്ടോ. നമ്മളപ്പോൾ ചെടീനെ ഇതുപോലെ 2 പോട്ടിനെ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് വേരായിട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ പതുക്കെ ഇങ്ങനെ കൈവച്ച് തന്നെ നമ്മളിങ്ങനെ ഇളക്കി എടുക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മാങ്ങ ഇഞ്ചി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോന്നും ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഇളക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല ക്ഷമ വേണം, കുറച്ച് സമയം എടുക്കും. നമ്മൾ ഇതുപോലെ ആ കട്ടകളൊക്കെ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് മാങ്ങ ഇഞ്ചി ഇങ്ങനെ പതുക്കെ വേർതിരിച്ചെടുക്കണേ. അപ്പോൾ ഈ 2 ബോട്ടിലും അത്യാവശ്യം കുറേ ഇഞ്ചികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പതുക്കെ നമ്മളെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് വിടിയിപ്പിച്ച് മണ്ണ് മാറ്റി നമ്മളിങ്ങനെ പെറുക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇത് കണ്ടോ, ഇതിപ്പോൾ ഒരു കെട്ട് അങ്ങനെ തന്നെ നമുക്ക് ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വേരിൽ കുറേ ഇഞ്ചി ഒരുമിച്ച് കിടപ്പുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതല്ലാണ്ട് വേറെ പ്ലാന്റിൽ വലിയ ഇഞ്ചിയും കിട്ടിയായിരുന്നു നമുക്ക്. അങ്ങനെ ഒത്തിരി ഇഞ്ചികൾ നമുക്ക് മാങ്ങ ഇഞ്ചി ഈ പോട്ടിൽ നിന്ന് തന്നെ കിട്ടി. ഞങ്ങൾ എന്നിട്ട് ഈ ഒരു ഇഞ്ചി എടുത്തിട്ട് പുളിയിഞ്ചി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുളിയിഞ്ചിയിൽ ഓൾറെഡി നമ്മൾ പുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാങ്ങയുടെ നേരിയൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി കേട്ടോ പുളിയിഞ്ചി ഉണ്ടാക്കിയപ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ മാങ്ങ ഇഞ്ചി വെച്ച് എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്നുണ്ടെങ്കിൽ പുളിയിഞ്ചി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നല്ല ടേസ്റ്റും ആയിരുന്നു. അതുപോലെ തന്നെ ഇതൊരു ചെറിയ കുഞ്ഞു കഷ്ണം നമ്മൾ നട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിച്ചും കിട്ടും. ഇത് ജസ്റ്റ് നമ്മൾ വെറുതെ ഓരോ കുഞ്ഞി കഷ്ണം 2 ബോട്ടിൽ നട്ട് വെച്ചതാണ്. പിടിക്കുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ 8 മാസം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇഷ്ടം പോലെ മാങ്ങ ഇഞ്ചി നമുക്ക് കിട്ടി. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ക്ലൈമറ്റിന് നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇതിന് പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട. അതുപോലെ തന്നെ പ്രത്യേക പോട്ടിങ് മിക്സും ഇല്ല. ഇപ്പം നമ്മളുടെ നോർമലായിട്ട് കിട്ടുന്ന മണ്ണിൽ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ പീസ് കൊണ്ടൊന്ന് നട്ട് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 8 മാസമൊക്കെ കഴിയുമ്പോഴേക്കും ചെടി താനെ ഇതുപോലെ ഇങ്ങനെ വാടി വീഴാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ ഇഞ്ചി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിൽ നിറയെ മാങ്ങ ഇഞ്ചി ആയിട്ടുണ്ടാവും. ഇതിവിടെ എടുത്തപ്പോഴത്തേക്ക് ഒത്തിരി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ എല്ലാവർക്കും കൊണ്ടേ കൊടുത്തു കേട്ടോ. നമ്മുടെ നെയ്ബേഴ്സിനും കൊണ്ടേ കൊടുത്തു, അതുപോലെ നമ്മുടെ കസിൻസിനൊക്കെ കൊണ്ടേ കൊടുത്തു. അപ്പോൾ ആക്ച്വലി മിക്കവർക്കും തന്നെ ഇതൊരു പുതിയ അറിവായിരുന്നു. മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടോ എന്ന് എല്ലാവരും ചോദിച്ചു കേട്ടോ. 1-2 പേർക്കൊക്കെ അറിയായിരുന്നു, ബാക്കി മിക്കവർക്കും തന്നെ അറിയില്ലായിരുന്നു മാങ്ങ ഇഞ്ചി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ മാങ്ങ ഇഞ്ചിന് എന്ത് പേരാണ് പറയുന്നത്? ഞങ്ങളുടെ ഇവിടെ ഈ കൊച്ചി ഭാഗത്തൊക്കെ ഇതിന് മാങ്ങ ഇഞ്ചി എന്നാണ് പറയാറ്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല പേരുകളുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കണ്ടൻസിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.